നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഫാൻ ഈ കൂട്ടക്കൊലയൊക്കെ ചെയ്യുന്ന ആ ദിവസം, അതായത് ഫെബ്രുവരി 24, അന്നത്തെ ദിവസം രാവിലെ എന്താണ് ഉമ്മയ്ക്കും മകനും ഇടയിൽ സംഭവിച്ചത്? എന്തുകൊണ്ട് പെട്ടെന്ന് അഫാൻ ഉമ്മയെ ആക്രമിച്ചു? സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു, കടത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്, എല്ലാം ശരിയാണ്, അതൊക്കെ എങ്ങനെയെങ്കിലും വീട്ടുക എന്ന ഒരു പരിശ്രമത്തിലായിരുന്നു ഉമ്മയും മകനും ഒക്കെ. പക്ഷെ പെട്ടെന്ന് ഒരു ആക്രമണത്തിലേക്ക് അഫാനെ നയിച്ചതെന്നാണ്. ആ കാര്യത്തിൽ ഒരു ഉത്തരം നൽകാൻ മാതാവ് ഷെമിക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദ്യം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഷെമിയുടെ മൊഴിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ നിരാശകരമായ മറുപടിയാണ് ഷെമിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അഫാൻ പറഞ്ഞതിൽ നിന്നെല്ലാം വിരുദ്ധമായിട്ടുള്ളൊരു മറുപടിയാണ് ഷെമി നൽകിയിരിക്കുന്നത്. സംഭവ ദിവസം, അതായത് ഈ അഫാൻ ഉമ്മയെ ആക്രമിക്കുന്ന ആ ദിവസം രാവിലെ നടന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്നൊരു ചോദ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ ഷെമിയോട് ചോദിച്ചു. എന്നാൽ അതിൽ നിന്നും വിഷയം മാറ്റാനാണ് ഷെമി ശ്രമിച്ചത്. ആ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം നൽകാൻ ഷെമി തയ്യാറായില്ല. ആ ചോദ്യത്തിന് വിഷയം മാറ്റിയ ഷെമി തനിക്ക് വിശക്കുന്നുവെന്നും ശരീരം തളരുന്നു എന്നെല്ലാം പറഞ്ഞ് ആ ഒരു ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ ആ ചോദ്യത്തിനൊരു ഉത്തരം നൽകാതെ ആ ഒരു ചോദ്യത്തെ ഒഴിവാക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. മാത്രമല്ല, ഈ ആശുപത്രിയിലായിരുന്ന സമയത്ത് കടബാധിതയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഡയറിയെക്കുറിച്ച് ഷെമി സൂചിപ്പിച്ചിരുന്നു. വീട്ടിൽ ആ ഡയറി ഉണ്ട്, കടബാധിതയുടെ എല്ലാ വിവരങ്ങളും ആ ഡയറിയിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഷെമി തന്നെയാണ് ആശുപത്രി ചികിത്സയിലിരിക്കെ പോലീസിനോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഷെമിയുടെ മൊഴിയെടുക്കാൻ എത്തിയപ്പോൾ ഈ കടബാധിത വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറിയിലെ വിവരങ്ങൾ സംബന്ധിച്ചും ഷെമിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. പക്ഷെ അതിനും ഷെമി വ്യക്തമായ ഒരു മറുപടി അന്വേഷണ സംഘത്തിന് നൽകിയില്ല എന്നതും ഏറെ നിരാശകരമായി മാറിയിരിക്കുന്നു. 1 മണിക്കൂറാണ് ഷെമിയുമായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിച്ചത്. പക്ഷേ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയാക്കാതെ പോലീസ് മടങ്ങുന്ന സാഹചര്യമുണ്ടായി. അതായത് ഈ മൊഴിയെടുക്കൽ ഒരു പൂർത്തീകരണത്തിലേക്ക്, അത് കൃത്യമായ ഒരു മറുപടി കിട്ടുകയോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു മറുപടി ഷെമി നൽകുകയോ ഒന്നും ചെയ്തില്ല. വളരെ ചില ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയും മറ്റ് ചോദ്യങ്ങൾക്കൊക്കെ കള്ളം പറഞ്ഞുമൊക്കെ ഷെമി വീണ്ടും ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് ഷെമിയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇപ്പോൾ അറിയാവുന്നതാണ്. എങ്കിൽ പോലും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഷെമി ഒളിക്കുന്നു, അല്ലെങ്കിൽ പലതും ഒളിച്ചു വെച്ച് ഷെമി സംസാരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം. ആരെ രക്ഷിക്കാനാണ് ഷെമി ശ്രമിക്കുന്നത്? അഫാൻ എല്ലാം ചെയ്തു എന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഷെമിയും അറിഞ്ഞു കഴിഞ്ഞു, ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തു, പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്നിട്ടും എന്തിന് അഫാനെ സംരക്ഷിക്കുന്ന ഈ നിലപാട് ഷെമി സ്വീകരിക്കുന്നു എന്ന ചോദ്യം ഇവിടെ ശക്തമാണ്. അഫാനെ സംരക്ഷിക്കുന്ന ഷെമിയുടെ ഈ നിലപാടിനെ ഒരു ഉമ്മയുടെ സ്നേഹം, ഒരു ഉമ്മയുടെ വാത്സല്യം, മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു മാതാവ് എന്ന വാഴ്ത്തുപാട്ടിൽ ഒതുക്കാൻ സാധിക്കില്ല എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം. കാരണം ഇത്രയധികം ക്രൂരതകൾ ചെയ്ത, ഇത്രയധികം കൊലപാതകങ്ങൾ ചെയ്ത ഒരു പ്രതിയെ എന്തിന് സംരക്ഷിക്കണം? അതൊരു മാതാവിന്റെ കടമയല്ല മകനെ സംരക്ഷിക്കുക. ഇത്രയധികം ക്രൂരത ചെയ്ത ഒരു മകനെ സംരക്ഷിക്കാനുള്ള ഒരു മാതാവിന്റെ ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു ശ്രമത്തെ ഒരിക്കലും വാഴ്ത്താനോ അല്ലെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാനോ സാധിക്കില്ല എന്ന വിലയിരുത്തലുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഷെമിയുടെ ആരോഗ്യനില ഇനിയും മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യനിലയിലൊക്കെ ഒരു ഭേദഗതി വന്നതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യലിൽ ഷെമിയിൽ നിന്ന് ഈ സാമ്പത്തിക ബാധ്യത, ഈ കടബാധ്യത, മറ്റ് ഡയറിയിലെ കടബാധ്യത, എഴുതിയിരുന്ന വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. എന്തായാലും നിലവിൽ ഷെമിയുടെ ഈ മറുപടിയൊക്കെ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പിക്കുന്നതാണ്. വെഞ്ഞാറമൂട് SHO RP അനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ ഷെമിയുടെ മൊഴിയെടുത്തത്. ഷെമിയെ പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലെത്തിയാണ് അന്വേഷണ സംഘം ഷെമിയുടെ മൊഴിയെടുക്കാൻ ശ്രമിച്ചത്. ഷെമിയുടെ തലയ്ക്ക് പരിക്കേറ്റത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്ന ആ മറുപടി വീണ്ടും ഷെമി ആവർത്തിച്ചു. തുടക്കം മുതൽ തന്നെ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ICUവിൽ ചികിത്സയിലായിരുന്നപ്പോൾ മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയപ്പോഴും കട്ടിലിൽ നിന്ന് വീണാണ് ഈ ഒരു അപകടം, അല്ലെങ്കിൽ ഈ ഒരു മുറിവ് പറ്റിയതെന്നാണ് ഷെമി ICUവിൽ വെച്ച് പറഞ്ഞത്. ശേഷം റഹീമിനോടും ഇതേ മൊഴിയാണ് ഈ ഷെമി ആവർത്തിച്ചത്. താൻ കട്ടിലിൽ നിന്ന് വീണാണ് ഈ ഒരു മുറിവ് പറ്റിയതെന്ന്. പിന്നീട് എല്ലാവരുടെയും മരണവാർത്തയും അഫാൻ എല്ലാവരെയും കൊലപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഷെമിയെ അറിയിച്ചു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസത്തെ മൊഴിയെടുപ്പ് നടന്നത്. ആ മൊഴിയെടുപ്പിലും താൻ കട്ടിലിൽ നിന്ന് വീണു എന്ന ആ ഒരു കാര്യത്തിൽ നിന്നും ഷെമി മാറുന്നില്ല. അതിൽ തന്നെ അത് വീണ്ടും ആവർത്തിക്കുന്നു. കട്ടിലിൽ നിന്ന് വീണാൽ ഇത്രയും വലിയ പരിക്കേൽക്കില്ലല്ലോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചു. എന്നാൽ ആ ചോദ്യത്തിന് ആദ്യം വീണതിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണു പരിക്കേറ്റുവെന്നാണ് ഷെമി മറുപടി നൽകിയിരിക്കുന്നത്.
എന്തായാലും ഇത്തരത്തിൽ ആ ഒരു നിലപാടിൽ ഷെമി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും കേസിലെ 3ാം ഘട്ട തെളിവെടുപ്പ് ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. പ്രതി അഫാനെ ഇന്ന് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. രാവിലെ 11-ന് നെടുമങ്ങാട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അഫാനെ ഹാജരാക്കും. മകൻ അഫാനല്ല തന്നെ ആക്രമിച്ചത്, കട്ടിലിൽ നിന്ന് നിലത്ത് വീണ് തലയ്ക്ക് പരിക്കേറ്റു എന്നൊക്കെ ഷെമി പറയുമ്പോഴും ഒരിക്കലും അഫാൻ സംരക്ഷിക്കപ്പെടില്ല. കാരണം അഫാന്റെ തന്നെ മൊഴി നിലവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു മൊഴിക്ക് തന്നെയാണല്ലോ പ്രാധാന്യം എന്നാണ് വിലയിരുത്തൽ. എന്തായാലും ഷെമിയുടെ ഒരൊറ്റ മൊഴി കൊണ്ട് അല്ലെങ്കിൽ മൊഴി മാറ്റി പറഞ്ഞു അല്ലെങ്കിൽ ഇത്തരത്തിൽ കള്ളം പറഞ്ഞത് കൊണ്ട് മകൻ ഒരിക്കലും സംരക്ഷിക്കപ്പെടില്ല എന്നതാണ് ഏറെ വലിയൊരു വസ്തുത. മകന് മറ്റാരെയും ആക്രമിക്കാൻ കഴിയില്ല, ഒരു പാറ്റയെ പോലും അവന് പേടിയാണ് എന്നതടക്കമുള്ള പ്രതികരണമൊക്കെ നേരത്തെ അഫാനെ കുറിച്ച് വന്നതാണ്. ഈ മരണ വാർത്തയൊക്കെ, അതായത് അഫാൻ ഇത്രയും പേരെ കൊലപ്പെടുത്തി എന്ന വാർത്തയൊക്കെ ഈ ഷെമിയോട് പറഞ്ഞപ്പോൾ തൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൻ അങ്ങനെ ആരെയും ആക്രമിക്കില്ല, അവൻ ആരെയും ഉപദ്രവിക്കില്ല, അവൻ ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു മറുപടിയായിരുന്നു ഷെമി നൽകിയത്. മാത്രമല്ല ഈ ഇളയ മകൻ അഫ്സാന്റെ ഒരു മരണവാർത്ത അറിയിച്ചപ്പോൾ അത് ഈ ചികിത്സയിലായിരിക്കുന്ന സമയത്തായിരുന്നു അഫ്സാന്റെ മരണവാർത്ത പറഞ്ഞത്. അപ്പോൾ വളരെ വൈകാരികമായിട്ടാണ് ഷെമി പ്രതികരിച്ചത്. എനിക്ക് എൻ്റെ മകൻ്റെ അടുക്കൽ പോകണം, എനിക്ക് എൻ്റെ മകനെ കാണണം, അഫ്സാനെ കാണണം, അഫ്സാന്റെ അടുക്കലേക്ക് പോകണം എന്നതടക്കമുള്ള ഒരു പ്രതികരണം. മാത്രമല്ല ആരോഗ്യനില വഷളാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അഫ്സാന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ. പിന്നീട് അഫാനെ കാണണമെന്ന ആഗ്രഹം ഷെമി പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ആഗ്രഹം വീണ്ടും ഷെമി പ്രകടിപ്പിക്കുന്നുണ്ട്. അഫാനെ കാണണം എന്നൊരാഗ്രഹം. എന്തായാലും ഷെമി ഒളിപ്പിക്കുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, ഷെമി ശരിക്കും ചോദ്യം ചെയ്യലിൽ എന്തായിരിക്കും ഷെമി പറയാൻ പോവുക, അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ വലിയ ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഷെമി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്ന ഒരു വസ്തുത കൂടി ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പല കാര്യങ്ങളും ഹൈഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ആശുപത്രിയിൽ തന്നെ സന്ദർശിക്കാൻ എത്തിയ ബന്ധുക്കളോടൊക്കെ ഷെമി തനിക്ക് തന്നെ മകനെ കാണണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഷെമി ആയിരിക്കുന്നത് പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലാണ്. കാരണം പേരുമലയിലെ ആ അരും കൊലപാതകങ്ങൾക്ക് തുടക്കമായ ആ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ റഹീമിനും ഷെമിക്കും കഴിയാത്ത സാഹചര്യമാണ്. അവിടുത്തെ ഒരു അന്തരീക്ഷം അത് അവർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് അവർ മടങ്ങിയിട്ടില്ല. ഒരു പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലാണ് ഷെമി ഇപ്പോൾ കഴിയുന്നത്. ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടെങ്കിലും പൂർണ്ണമായി പെട്ടിട്ടില്ല എന്ന് റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള അസ്വസ്ഥതയൊക്കെ ഷെമി പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് ഡോക്ടർമാർ പരിശോധന നടത്തി ആഹാരം കഴിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് ഷെമിക്ക് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ കേസിന്റെ ഒരു നാൾ വഴികൾ കൂടി നമുക്ക് നോക്കാം. ഫെബ്രുവരി 24-നാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നത്. പിതൃമാതാവ് സൽമ ബിവി, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത്. മാതാവ് ഷെമിയെ വീട്ടിൽ ആക്രമിച്ചാണ് ഈ ഒരു കൂട്ട കൊലപാതക പരമ്പരയ്ക്ക് അഫാൻ തുടക്കമിടുന്നത്. പക്ഷെ മാതാവ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എന്തൊക്കെയോ സത്യങ്ങൾ പുറത്തറിയിക്കാൻ അല്ലെങ്കിൽ പുറം ലോകത്തെ അറിയിക്കാനാണ് ആ മാതാവ് ബാക്കിയായതെന്നായിരുന്നു വിലയിരുത്തൽ. പക്ഷേ ആ വിലയിരുത്തലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു തെറ്റായ മൊഴിയിൽ വീണ്ടും ആ ഒരു അമ്മ നിൽക്കുന്നു എന്നതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയം. എന്തായാലും ഈ ഒരു നിലപാടിനൊരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം അഫാന്റെ മാതാവ് ഷെമിയുടെ ചികിത്സ തുടരുകയാണെന്നും വിദേശത്തേക്ക് തനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന ഒരു ആശങ്കയിലാണ് റഹീം ആയിരിക്കുന്നത്. ഭാര്യയെ തനിച്ചാക്കി പോകാൻ കഴിയില്ല, വാടക വീടെടുക്കാൻ പോലും സാഹചര്യമില്ല, ചികിത്സയ്ക്ക് മറ്റു വഴിയില്ല, ഇവിടെ എന്തെങ്കിലും ജോലി നോക്കണം എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ആ പിതാവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയത്. സെൻട്രൽ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ തങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്നതടക്കമുള്ള ഒരു കുറ്റപ്പെടുത്തലൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. ഷെമി ഇപ്പോഴും കട്ടിലിൽ നിന്നാണ് താൻ വീണതെന്ന വാക്കിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് റഹീം നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്തായാലും ഈ കേസിൽ ഇനിയും ഒരുപാട് ദുരൂഹതകൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. അതിന് ഇനി ഷെമി തന്നെ ആ കാര്യങ്ങളിലൊരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.